ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയാണ്. നിലവിൽ നമുക്ക് പറഞ്ഞേക്കണ വർക്ക് ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻറ്റ് തെളിയിലുള്ളതെന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഓഫ് ആവണ പോലെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് കിട്ടിയില്ലായിരുന്നു. നമ്മൾ ജനറൽ സർവീസിനായിട്ട് വണ്ടി കയറ്റി അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തൊഴിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. പുതിയ ലൈനർ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്താൽ മതി നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ഹബിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ലൈനർ പറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. ബാക്കിലത്തെ ടയർ ഏറെക്കുറെ അതിൻ്റെ 99% തീർന്ന് നിൽക്കണുണ്ടോ, മാറ്റേണ്ട ഒരു ടൈമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. കാരണം നമുക്ക് ഈ സൈഡ് ഗ്രൂ നോക്കുമ്പോൾ ടയർ ഉള്ളതായിട്ട് തോന്നും, പക്ഷേ റോട്ടിൽ വണ്ടിക്ക് പെടുത്തില്ല. പിന്നെ ചെയിനൊക്കെ ചെറിയ ലൂസുണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്ത് കയറ്റാം. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. ചെറുതായിട്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് എന്തെങ്കിലും ചെയിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ചെയിനൊക്കെ നല്ല ചെയിനാണ്, കുഴപ്പമൊന്നുമില്ല. ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കാണിക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ടയറൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല, നല്ല ടയറാണ്, MRFൻ്റെ ടയർ. അതേപോലെ വീലിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ക്യാമൊക്കെ കാളിപ്പർ ബ്രാക്കറ്റ് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നേക്കണം കേട്ടോ, തീർന്ന് നിൽക്കുന്ന സിറ്റുവേഷനാണ്. കൈയോടെ നമുക്കത് മാറ്റിയിടാം. പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലഗിൻ്റെ പ്രോബ്ലം കൊണ്ടും മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കും. തന്നെയല്ല നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ പോയിൻ്റൊക്കെ ഒരുവിധം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഫയറിങ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗോൾഡ് ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട് കളർ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്കത് ഷോട്ടിങ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ്, പക്ഷേ നമുക്ക് ആ ഓയിൽ സ്റ്റിക്കിൻ്റെ ഓറിങ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഓറിങ് കൈയോടെ മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ മീറ്ററിൻ്റെ ഉള്ളിൽ ഫ്യൂവൽ മീറ്ററിൻ്റെ സൈഡിൽ വരുന്ന ഒരു പാർക്ക് ബൾബ് പോയിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് ആ ഡിസ്പ്ലേ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. അതതിൻ്റെ ഉള്ളിൽ തന്നെ ബൾബ് പോയിടണം, അത് നമുക്കൊന്ന് മാറ്റിയിടാം. ഹെഡ് ലൈറ്റിൻ്റെ ഒരു പോയിൻ്റ് പോയിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഈ സൈഡൊക്കെ തുരുമ്പ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അടുത്ത സർവീസൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം, കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ കേബിൾ മാറ്റേണ്ടി വരും. അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്കൊക്കെ ഒരു ചെറിയ കല്ലപ്പോലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. നെക്സ്റ്റ് സർവീസിൽ അതും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അഴിച്ച് ക്ലീൻ ചെയ്ത ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ കോൺസെപ്റ്റ് ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട്, അത് തൽക്കാലം നമുക്ക് സെറ്റാക്കിയിടാം. അപ്പോൾ നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ്. മിസ്സിങ്ങിൻ്റെ പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ടെസ്റ്റ് നടത്താം. എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാം.